ഖസ്വ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വാഹനം. ആ വാഹനത്തിൻ്റെ പുറത്തേറിയിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നത്. മദീനയിലെ അനുഗ്രഹീതനായ ആതിഥേയനെക്കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമന സമയമാണ് സന്ദർഭം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മദീനയിൽ ഉദിച്ച നാൾ അതൊരു റബീഉ 12 എല്ലാ ജനങ്ങളും ഒത്തുകൂടി തടിച്ചുകൂടി തിരുനൂറിന് സ്വാഗതമരുളുകയാണ്. മണ്ണും വിണ്ണും ആനന്ദത്തിൽ ആറാടുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വാഹനമായ ഖസ്വയുടെ പുറത്തേറി വരുന്നു. ഓരോ വീടിൻ്റെ മുമ്പിലെത്തുമ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരുമോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഖസ്വയുടെ കടിഞ്ഞാണ് പിടിക്കുന്ന അനുയായികൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നിങ്ങൾ അവളുടെ കടിഞ്ഞാണ് വിട്ടേക്കൂ, അവൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖസ്വ ഏതൊരു വീടിൻ്റെ മുമ്പിലാണോ മുട്ടുകുത്തുന്നത്, ഇന്ന് അതിഥിയായി ഞാൻ ആ വീട്ടിലാണ് താമസിക്കുക. ആദ്യമെത്തിയത് മദീനയിലെ വലിയ കബീലക്കാരനായ ബനൂ സാലിം ഗോത്രക്കാരുടെ അടുത്തേക്കാണ്. അവരും വന്ന് കടിഞ്ഞാണ് പിടിച്ചു നോക്കി. പക്ഷേ തിരുവചനം വീണ്ടും ആവർത്തിച്ചു, അവൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബനൂ സാലിം മസ്ജിദും കഴിഞ്ഞ് ഖസ്വ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഓരോരുത്തരും അവരുടെ ഉള്ളാലെ മനസ്സാലെ കൊതിക്കുകയാണ്, ഖസ്വയുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ലഭിച്ചിരുന്നെങ്കിൽ, ഖസ്വ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൊന്ന് മുട്ടുകുത്തിയിരുന്നെങ്കിൽ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടെത്തി. ഖസ്റജി ഗോത്രത്തിൻ്റെ നേതാവാണ്. അവിടെ ഒരു പക്ഷേ ഖസ്വ മുട്ടുകുത്തുമായിരിക്കും. പക്ഷേ ഖസ്വ ഉബൈ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് ബനൂ ബയാദ് ഗോത്രക്കാരനായ സിയാദ് ഇബ്നു ലബീദ് കടിഞ്ഞാണിലൊന്ന് പിടിച്ചു നോക്കി. പക്ഷേ ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറ, സുന്ദരമായ ആരെയും വേദനിപ്പിക്കാത്ത മറുപടിയിൽ അവർ ആ കടിഞ്ഞാണ് വിട്ടു. അവൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോയി ബനൂ അദീ ഗോത്രക്കാരുടെ വീടുകളും കഴിഞ്ഞ് അവരുടെ പള്ളിയും കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് ഖസ്വ. ആരുടെ മുമ്പിലാണ് ഖസ്വ മുട്ടുകുത്താൻ പോകുന്നത്? മദീനയിലെ ഏറ്റവും ഭാഗ്യശാലി അതാരായിരുന്നു? ബഹുമാനപ്പെട്ട ഖസ്വ ആ ഭാഗ്യം കൊടുത്തത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ലോകത്തിലെ ഏറ്റവും മഹോന്നതരായ അതിഥിയെ സ്വീകരിച്ച ആതിഥേയൻ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് ഖസ്വയെ ഒരിക്കലും മറക്കാനാകില്ല.